സംഘടനയിൽ ചോര പൊടിയുന്നോ എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. കെ മുരളീധരൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ കെ മുരളീധരൻ, സ്വാഗതം. ഇന്ന് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഹൈക്കമാൻഡ് ആ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ശരിയായ രീതിയായോ? അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരിക്കലും പാർട്ടി അച്ചടക്കമൊന്നും ലംഘിച്ചിട്ടില്ല. മാത്രമല്ല, ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് പുതിയ പ്രസിഡന്റിന് അധികാര കൈമാറ്റം നടത്താനും ആ പ്രസിഡന്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പങ്കുവെച്ചു എന്നല്ലാതെ അത് കോൺഗ്രസ്സിലൊരു ഗ്രൂപ്പിസമാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ പടലപ്പിണക്കങ്ങൾ എന്നൊന്നും കണക്കാക്കുന്നത് ശരിയല്ല. കോൺഗ്രസ്സുകാർ ഏതാണ്ട് പുതിയ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സീനിയേഴ്സൊക്കെ ആയിട്ടൊരു കൂട്ടായ ചർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത പുനഃസംഘടനയുടെ കാര്യങ്ങൾ ഒരു ഉള്ളു തുറന്ന ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നല്ല വിജയസാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് ഒരിക്കലും മങ്ങലേറ്റിട്ടില്ല. ഞാൻ ചോദിച്ചത് അദ്ദേഹത്തോട് ചെയ്തത് ശരിയായോ എന്നുള്ളതാണ്. ഒരു സീനിയർ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റുമ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതെങ്കിലും പറഞ്ഞോളൂ. പാർട്ടി ഒരു തീരുമാനം എടുത്തു, ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം അന്തിമമാണ്. ആ തീരുമാനത്തിനെ ശ്രീ സുധാകരൻ അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ പാർട്ടിക്കകത്തുള്ളൂ. ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യം ഇതിന് കാരണമായി എന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരുപക്ഷെ ഈ ഒരു ഹേർട്ട് ഫീലിംഗിൽ നിന്ന് പറയുന്നതായിരിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായി. കാരണം അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയം ഉണ്ടായതിന് ശേഷം സ്ഥാനം ഒഴിയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ അത് നടക്കാത്തൊരു പ്രയാസം അദ്ദേഹത്തിനുണ്ടായി. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ന് വിചാരിച്ച് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വം തുടർന്ന് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും UDFൻ്റെ വിജയത്തിന് അദ്ദേഹത്തിൻ്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കെഎമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന, എക്സ് മാറി വൈ വരുമ്പോൾ വൈ എക്സിനേക്കാൾ കേമനായിരിക്കണമല്ലോ എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ വൈ സണ്ണി ജോസഫ് എക്സ് കെ സുധാകരനേക്കാൾ കേമനാണോ? അല്ല, അത് ശ്രീ സണ്ണി ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സുധാകരൻ്റെ അത്രയൊന്നും ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അത് നികത്തിയെടുക്കാൻ കഴിയും. ഇപ്പം എല്ലാവരും ഇതുവരെ അതിലുള്ള സണ്ണിയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ തൃപ്തികരമാണ്. കണ്ണൂർ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവൃത്തി പരിചയം അദ്ദേഹത്തിന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. പിന്നെ അദ്ദേഹം ഒരു മിതവാദിയാണ്. അങ്ങനെ പലപ്പോഴും ഓരോ ആളുകൾക്ക് ഓരോ ശൈലിയുണ്ടല്ലോ. എപ്പോഴും ഒറ്റക്കെട്ട് എന്ന് പറയണ്ട എന്ന് കഴിഞ്ഞ ദിവസം കെഎം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടല്ലേ കോൺഗ്രസിന്റെ പ്രവർത്തനം പോകുന്നത്? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്കെട്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും എന്നാണ് തമാശയായിട്ടെങ്കിലും പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് നീങ്ങുക, അതാണ് ചെയ്യേണ്ടത്. ഒറ്റക്കെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, എല്ലാവരും ഒരുമിച്ച് നീങ്ങുക. ഈ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോയപ്പോൾ ഗ്രാഫ് ഉയർന്നു. തൃശ്ശൂരിൽ പോയപ്പോൾ തൻ്റെ ഗ്രാഫും TN പ്രതാപൻ്റെ ഗ്രാഫുമൊക്കെ ഇടിയുകയാണ്, താഴുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞത് വടകരയിൽ മത്സരിക്കാൻ കഴിയാതിരുന്നതിൻ്റെ, അതല്ലെങ്കിൽ വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ജയം ഉറപ്പായിരുന്നു എന്നുള്ള ഒരു സന്ദേശം ആ വേദിയിൽ കൊടുക്കുകയായിരുന്നോ താങ്കൾ ചെയ്തത്? അല്ല, അത് യാഥാർത്ഥ്യമാണല്ലോ. കാരണം 5 വർഷത്തെ പ്രവർത്തന മികവ് തീർച്ചയായിട്ടും ജനങ്ങൾ അവിടെ അംഗീകരിക്കുമായിരുന്നു. ഷാഫിയുടെ വിജയത്തിന് എൻ്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വസ്തുതകൾ പഠിക്കാതെ മാറിയതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ വേദിയിൽ അന്ന്
ഈ പുനഃസംഘടന പൊതുവെ പരിശോധിച്ചാൽ സാമുദായിക സമവാക്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. എങ്കിൽ പോലും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ വിമർശനത്തെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് ഒരു പങ്കാളിത്തം അതല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന വിമർശനത്തെ. അല്ല, ഈ പോരായ്മകൾ തുടർന്നുള്ള പുനഃസംഘടനയിലൊക്കെ പരിഹരിക്കപ്പെടും. ഇതിപ്പോൾ ഒരു അവസാനത്തെ പുനഃസംഘടനയൊന്നും അല്ലല്ലോ. ഭാവിയിലും പുനഃസംഘടനകൾ ഉണ്ടാകുമ്പോൾ ഇതുവരെയുള്ള പുനഃസംഘടനയിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടും. അതിനുള്ള സൂചനകൾ തന്നെയാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഒരു പുനഃസംഘടന അന്തിമമല്ലല്ലോ. പുനഃസംഘടനകൾ ഇടയ്ക്ക് നടക്കുമ്പോൾ മുൻകാലങ്ങളിലെ പുനഃസംഘടനയുടെ പോരായ്മകൾ എന്താണോ അത് ഭാവിയിൽ പരിഹരിക്കും. ഈ കെ സുധാകരനെ പോലെ ഒരു നേതാവിന് ഇത്തരത്തിൽ ഒരു വിഷമം ഉണ്ടായെങ്കിൽ അത് ശരിക്കും പറഞ്ഞു പരിഹരിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ടാണല്ലോ നിയമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പരിഗണന പാർട്ടിയുടെ ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം എല്ലാ കാലവും പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ സേവനം തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പാർട്ടിക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ചിലരെങ്കിലുമൊക്കെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ മുരളീധരൻ വരുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മിഷൻ 2026 കോൺഗ്രസ് പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കും കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? ആത്യന്തികമായി ഇക്കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നറിയാം. എങ്കിലും സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമോ കെ മുരളീധരൻ? ഞാൻ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. അത് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അസംബ്ലി ഇലക്ഷൻ അല്ല. ഇപ്പോൾ ആദ്യ ലക്ഷ്യം ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതിനുശേഷം മാത്രമേ അസംബ്ലി ഇലക്ഷൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ഏത് തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക? അല്ല, എനിക്കിപ്പോൾ 2 സ്ഥലങ്ങളുടെ ചാർജ് ഉണ്ട്. എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജ് ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ട, അതായത് എൻ്റെ പഴയ നിയോജകമണ്ഡലത്തിൻ്റെ ചാർജ് ഉണ്ട്. ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കും, സംശയമൊന്നുമില്ല. ഈ ശശി തരൂരിനെ പോലുള്ള നേതാക്കൾ പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിഭിന്നമായ അഭിപ്രായങ്ങൾ പറയുന്നു. കേന്ദ്രത്തിലാണെങ്കിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയൊക്കെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെയൊക്കെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ KPCC പരാജയപ്പെടുന്നുണ്ടോ? പുതിയ നേതൃത്വം വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. അതേസമയത്ത് ശശി തരൂർ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ അത് അംഗീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ നിർദ്ദേശം ഇന്നലെ അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് എൻ്റെ പാർട്ടി മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന് ഒരിക്കലും മാറ്റി നിർത്തില്ല, ഒരിക്കലും മാറ്റി നിർത്താനും പാടില്ല. നന്ദി ശ്രീ കെ മുരളീധരൻ. ഈ ഘട്ടത്തിൽ നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.